നമസ്കാരം, നിസാമാണ്. മക്കളെ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു 10 ചോദ്യങ്ങളുമായിട്ടാണ്. ഈ 10 ചോദ്യങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ളൊരു 10 ചോദ്യങ്ങൾ. കണ്ടാൽ ഇത്തിരി കൺഫ്യൂസിങ് ആണ്. നമ്മൾ പഠിച്ചു വെച്ച ചില പാറ്റേണുകളുമായിട്ട് സിമിലർ ആണ്, എന്നാൽ തെറ്റാൻ ചാൻസ് ഉള്ള ഒരു 10 ചോദ്യങ്ങൾ. ഈ 10 ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഡിഗ്രി പ്രിലിംസിനൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. കാരണം ഈ പറയുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷകളിൽ വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: ദ ഡോക്ടർ അഡ്വൈസ്ഡ് ഡാഷ് പ്ലെൻറ്റി ഓഫ് റെസ്റ്റ് ഗെറ്റിംഗ് ഗോട്ട്. അഡ്വൈസ് അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ വേറൊരു സാധനം നോക്കാം. ഈ അഡ്വൈസ് എന്ന് പറയുന്ന സാധനം, ഈ വേർബ് കണ്ടോ നിങ്ങൾ? ദെൻ ഇങ്ങനെ ഒരു വാക്കുണ്ട്, അഡ്വൈസ് എന്ന് പറയുന്ന വാക്ക്. സി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് നൗൺ ആണ്. എസ് സി വന്നു കഴിഞ്ഞാൽ അത് വേർബ് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മയുണ്ടായിരിക്കാം. സി ഇ വന്നു കഴിഞ്ഞാൽ നൗൺ ആണ്, എസ് സി വന്നു കഴിഞ്ഞാൽ വേർബ് ആണ് എന്നുള്ളൊരു കാര്യം ഓർമ്മയിലുണ്ടായിരിക്കുക. ഇതേ ഒരു പാറ്റേണിൽ പണ്ട് PSC ഒരു ചോദ്യം വന്നിരുന്നു. ലൈസൻസ്, സി ഇ ആണ് നൗണ് വരുന്നത്, ഇതായിരുന്നു ആൻസർ വരുന്നത്. എസ് സി വന്നു കഴിഞ്ഞാൽ ലൈസൻസ്, എസ് സി വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് നമ്മൾ ലൈസൻസ് കൊടുക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വേർബാണ്. പണ്ട് ആ ചോദ്യം ഞാൻ ഓർക്കുന്നില്ല. ആൻസർ ഏതായാലും എന്താണ്, സി ഇ വരുന്ന നൗൺ ആണ് കേട്ടോ, ലൈസൻസ്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമലി നമ്മൾ അഡ്വൈസിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ആക്കി കൊടുക്കുക അല്ലേ? അപ്പം ആളുകൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ്. ഇവിടെ ആൻസർ ബി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഈ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു കുനിഷ്ട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ദ ഡോക്ടർ അഡ്വൈസ്ഡ് എന്ന് കഴിഞ്ഞിട്ട് ആരെ അഡ്വൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? ദ ഡോക്ടർ അഡ്വൈസ്ഡ് മീ ആണെങ്കിൽ നമുക്കതിന് ശേഷം ടു ഇൻഫിനിറ്റി കൊടുക്കായിരുന്നു. ഇവിടെ അഡ്വൈസ്ഡ് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ നമ്മൾ അതിന് ശേഷം ജെറൻഡ് ആണ് യൂസ് ചെയ്യുക. ദ ഡോക്ടർ അഡ്വൈസ്ഡ് ഗെറ്റിംഗ് പ്ലെൻറ്റി ഓഫ് റെസ്റ്റ്. അഡ്വൈസിന് ശേഷം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ടു ഇൻഫിനിറ്റി, വിത്തൗട്ട് ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ജെറൻഡ് ആണ് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. അഡ്വൈസ് പ്ലസ് ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ടു ഇൻഫിനിറ്റി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ഡോക്ടർ അഡ്വൈസ് മീ ടു ഗെറ്റ് പ്ലെൻറ്റി ഓഫ് വാട്ടർ. എന്നാൽ ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അഡ്വൈസിന് ശേഷം നേരെ ജെറൻഡ് കൊടുക്കും. സോ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കും. അപ്പം ഞാൻ 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. അഡ്വൈസിൻ്റെ ഉപയോഗം, അതേപോലെ സി ഇ വരുന്നൊരു സാധനം. ഇത് കൃത്യമായിട്ട് നോക്കി വെച്ച് കഴിയാം. അടുത്ത പരീക്ഷയ്ക്ക് പല രീതിയിൽ ചോദ്യങ്ങളായിട്ട് വരും. അപ്പോൾ അഡ്വൈസിന് ശേഷം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ടു ഇൻഫിനിറ്റി, ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ജെറൻഡ്, ദെൻ സി ഇ വന്നു കഴിഞ്ഞാൽ അത് നൗണ്, എസ് സി വന്നു കഴിഞ്ഞാൽ അത് വേർബ്. അതും കൂടെ ഓർമ്മയിലുണ്ടായിരിക്കും കേട്ടോ. ഇനി അടുത്ത ചോദ്യം: യു ഹാഡ് ബെറ്റർ ഡാഷ് ഇറ്റ് നൗ. ഇത് പലരും തെറ്റിക്കുന്ന ഒരു സാധനമാണ്. കാരണം ഹാഡ് ബെറ്റർ എന്ന് വായിച്ചു നോക്കുമ്പോൾ അതിനുശേഷം ടു ഇൻഫിനിറ്റി കൊടുക്കാൻ പലർക്കും ഒരു ത്വരയുണ്ടാവും. ഹാഡ് ബെറ്റർ ടു ഡു അല്ലേ? അത് പറയാൻ കുറച്ചൊക്കെ സുഖമാണ്, അപ്പോൾ അതങ്ങ് കൊടുക്കും പലരും ടു ഇൻഫിനിറ്റി. എന്നാൽ ഈ ഹാഡ് ബെറ്റർ എന്ന് പറയുന്ന ഒരു സാധനം എന്താണ് എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഹാഡ് ബെറ്റർ ഒരു മോഡൽ ഓക്സിലറി ആയിട്ട് പ്രവർത്തിക്കുന്ന സാധനമാണ്. നമ്മൾ ഷുഡ്, മസ്റ്റ് ഒക്കെ പറയുന്നത് പോലെയുള്ള ഒരു ചങ്ങാതിയാണ് ഹാഡ് ബെറ്റർ. ഷുഡിന് ശേഷം, മസ്റ്റിന് ശേഷം, അല്ലെങ്കിൽ ഒരു മോഡൽ ഓക്സിലറി വേർബിന് ശേഷം നമ്മൾ വേർബിൻ്റെ ഏത് രൂപ കൊടുക്കാറ്? ബേസ് രൂപല്ലേ കൊടുക്കാറ്. ആ കാര്യം ആലോചിച്ചാൽ മതി. അപ്പോൾ ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പാസ്റ്റ് പെർഫെക്റ്റിൽ യൂസ് ചെയ്യുന്ന ഹാഡ് അല്ല ഇത്. ഇതൊരു മോഡൽ ഓക്സിലറി വേർബ് പോലെ ആക്ട് ചെയ്യുന്നൊരു സാധനമാണ്. സമായി മോഡൽ എന്നൊക്കെ നമ്മൾ പറയുന്നൊരു സാധനമാണ്. അപ്പോൾ ഇത് ഷുഡ്, മസ്റ്റ് പോലെ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ബെയർ ഇൻഫിനിറ്റീവാണ്. അപ്പോൾ ആ ഒരു സാധനം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോ. ഹാഡ് ബെറ്ററിന് ശേഷം വേർബിൻ്റെ ബേസ് രൂപം വേറൊരു മാറ്റമില്ല, ടു ഇൻഫിനിറ്റീവ് അല്ല വരുന്നത്. സോ അത് കൃത്യമായിട്ട് മതി. അപ്പോൾ രണ്ടാമത് ആളുകൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള, അടുത്ത പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് ഹാഡ് ബെറ്ററിൻ്റെ ചോദ്യം. അത് കൃത്യമായിട്ട് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യെസ്, ഹു ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ. പാസീവ് വോയിസ്. ആക്റ്റീവും പാസീവും സ്ഥിരമായിട്ട് വരുന്നല്ലേ, പിന്നെ ഇതിനെന്താ പ്രത്യേകത? ഇതിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഇത് ആളുകൾ
വളരെ അധികം തെറ്റിക്കാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ്. ഇവിടെ നിങ്ങൾക്ക് ഈസ് നോക്കിംഗ് എന്ന് കാണാം. നമുക്ക് സാധനം കിട്ടിയില്ലേ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസിനെ നമ്മൾ പാസീവ് ആക്കൽ ആറ് അല്ലെങ്കിൽ ഈസ് കൊടുക്കുന്നു, എന്നിട്ട് വേർബിൻ്റെ ING ഫോം അതായത് ബീയിങ് കൊടുക്കുന്നു, എന്നിട്ട് പാസീവ് ആക്കാൻ വേണ്ടിയിട്ട് V3 കൊടുക്കുന്നു. ഇതാണ് സംഗതി. അപ്പോൾ ഈസ് നോക്കിംഗ് എന്നാവുമ്പോൾ ഈസ് ബീയിങ് നോക്ക്ഡ് എന്നുള്ളൊരു സാധനമാണ് വരിക അല്ലേ. ഇനി ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ എനി ക്വസ്റ്റ്യൻ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഒരു ക്വസ്റ്റ്യൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റിൻ്റെ മുന്നെയാണ് ഓക്സിലറി വരിക. ഐ ആം ഡ്രൈവിങ് എ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഞാനൊരു കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ആം ഐ ഡ്രൈവിങ് എ കാർ, ഞാൻ കാർ ഓടിക്കുകയാണോ അല്ലേ. അപ്പോൾ സബ്ജക്റ്റിൻ്റെ മുന്നെയാണ് ഓക്സിലറി വരിക. ഒരു ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ ഇതാണ്. നമ്മളൊരു ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്, അതിൻ്റെ പ്രത്യേകത എന്താ, സബ്ജക്റ്റിനെ മാറ്റിയിട്ട് ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. അതായത് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസീവിലേക്ക് മാറ്റുന്നത്. എന്നാൽ റിപ്പോർട്ടർ സ്പീച്ച് പോലെയല്ല. റിപ്പോർട്ടർ സ്പീച്ചിൽ നമ്മൾ എന്താ ചെയ്യാറ്, ഒരു ക്വസ്റ്റ്യനെ നമ്മൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റാറുണ്ട്. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെ അവസാനം എന്ത് വരുന്നത്, ഫുൾ സ്റ്റോപ്പ് വരുന്നത്, ക്വസ്റ്റ്യൻ മാർക്ക് വരാത്തത്. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും അവസാനം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് തന്നെ ആക്കി മാറ്റണം. നിങ്ങളതിൽ ഒബ്ജക്റ്റിൻ്റെയും സബ്ജക്റ്റിൻ്റെയും പ്ലേസിങ് മാത്രമേ മാറുന്നുള്ളൂ. ബാക്കി സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്ജക്റ്റിൻ്റെ മുന്നേ ഓക്സിലറി വരണ്ടോ എന്ന് നോക്കണം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബൈ ഹും ദ ഡോർ ഈസ് ബീയിങ് നോക്ക്ഡ് അറ്റ്, ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ പലരും ചൂസ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. ഈസ് പ്ലസ് ബീയിങ് പ്ലസ് വേർബിൻ്റെ മൂന്നാമത്തെ രൂപം. അത് കാണുമ്പോൾ ഇതാണ് ശരി എന്നുള്ളത്. എന്നാൽ അത് തെറ്റാണ്. കാരണം ഇവിടെ ഡോറാണ് എന്തുള്ളത്, നമ്മുടെ പാസീവ് വോയിസിൻ്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഓക്സിലറി വരണം. ബൈ ഹും ഈസ് ദ ഡോർ, നോക്കണം നിങ്ങൾ, ഇതാണ് വരേണ്ടത്. ഡോറിൻ്റെ മുന്നേ ഓക്സിലറി വരണം. അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ പലരും എന്ത് ചെയ്യണം, ഒറ്റയടിക്ക് പോവും. ഈസ് ബീയിങ് വേർബിൻ്റെ മൂന്നാമത്തെ രൂപം. നമ്മൾ ആ സമയത്ത് ചിന്തിക്കില്ല, ക്വസ്റ്റ്യൻ തന്നെ ആക്കണം എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരിക്കും. അപ്പം മൂന്നാമത്തെ ഒരു ചോദ്യം ഇതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ആളുകൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. ഇനി ഒരു കാര്യം നിങ്ങളോടായിട്ട് പറയാനുണ്ട്. നമ്മുടെ സൈലം PSC ഈ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഈ 3 വിഷയങ്ങൾ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പം ഈ 3 വിഷയങ്ങളുടെ ബേസിക് മുതൽ അതിൻ്റെ എൻഹാൻസ് ലെവൽ വരെ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു MEM ബാച്ച് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 2.0 രണ്ടാമത്തെ വേർഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. കോഴ്സ് ഫീ വരുന്നത് 799 മാത്രമാണ്. നമ്മുടെ ഏപ്രിൽ 6-നാണ് നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത്. 10 മാസത്തെ വാലിഡിറ്റിയോടുകൂടി കൃത്യമായിട്ട് എന്ത് ചെയ്യും, ബേസ് മുതൽ നമ്മളങ്ങ് പഠിപ്പിച്ചോടും. അപ്പം നമ്മുടെ ഫാരിസ് സാറായിരിക്കും ഇംഗ്ലീഷ്, മാത്സിന് അജ്മൽ സാറും ഇസ്മായിൽ സാറാണുള്ളത്, മലയാളത്തിന് തന്നെ നമ്മുടെ ഗുരുവി ആണുള്ളത്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാം, ഏതൊരു ബാച്ച് എടുത്തു കഴിഞ്ഞാലും ഏതൊരു എക്സാം എടുത്തു കഴിഞ്ഞാലും MEM നിങ്ങൾക്ക് കോർ ഏരിയാസാണ്. ഈ 3 സബ്ജക്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പ്രിലിംസും അതേപോലെ ഏതെങ്കിലും സബ്ജക്റ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ പറ്റും, റാങ്ക് ലിസ്റ്റിൽ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം, ഇറ്റ്സ് ഹൈ ടൈം എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ നിങ്ങൾ ഇറ്റ്സ് എബൌട്ട് ടൈം എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് ശേഷം ഏതാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ഏർജൻസി പറയാൻ വേണ്ടിയിട്ടാണ് ഹൈ ടൈം നമ്മൾ പറയാം. അപ്പോൾ ഏർജൻസി പറയാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ നമ്മൾ ഇതിന് ശേഷം വേർബിൻ്റെ പാസ്റ്റ് ഫോമാണ് യൂസ് ചെയ്യുക. ഹൈ ടൈമിന് ശേഷം വേർബിൻ്റെ പാസ്റ്റ് ഫോമാണ്. ഇറ്റ്സ് ഹൈ ടൈം യു ഗോട്ട് മാരീഡ്
എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഹൈ ടൈമിന് ശേഷം വേർബിൻ്റെ പാസ്റ്റ് ഫോം ആയാലും ഇതിൻ്റെ മീനിങ് പ്രസൻറ്റ് തന്നെയാണ് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇത് ഏർജൻസി ഉണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ പാസ്റ്റ് ഫോം കൊടുക്കുന്നത്. ദെൻ ഇതിന് വേണമെങ്കിൽ എന്ത് ചെയ്യും, ഇതിന് ശേഷം ടു ഇൻഫിനിറ്റീവും കൂടെ കൊടുക്കട്ടോ. അങ്ങനെ പരീക്ഷയ്ക്ക് വരാറില്ല. ഇറ്റ്സ് ഹൈ ടൈം ടു ഗെറ്റ് മാരി എന്ന് കൂടെ പറയാം കേട്ടോ, ടു ഗെറ്റ് മാരീഡ് എന്ന് കൂടെ പറയാം. ബട്ട് നോർമലി PSC പരീക്ഷയിലേക്ക് ഈ പാസ്റ്റ് ഫോം വരുന്ന സാധനമാണ് ചോദിക്കും. അപ്പോൾ ഇതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഹൈ ടൈമിന് ശേഷം പാസ്റ്റ് ഫോമാണ് വരിക. ഇറ്റ്സ് ഹൈ ടൈം, ഇറ്റ്സ് ടൈം, ഇറ്റ്സ് അബൌട്ട് ടൈം, ഇതൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് ഒത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, പഠിച്ചു വെക്കുക. ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഐ കാൺ അണ്ടർസ്റ്റാൻഡ് ഡാഷ് സേയിങ് ദാറ്റ് യു, മീ, യുവർ, മൈ. യെസ്, ഐ കാൺ അണ്ടർസ്റ്റാൻഡ്. ഇത് പലരും കൊടുക്കാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ്. ഓപ്ഷൻ A ആയിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് കൊടുക്കുക. ഐ കാൺ അണ്ടർസ്റ്റാൻഡ് യു സേയിങ് ദാറ്റ്. എന്നാൽ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ബ്ലാങ്ക് കൊടുക്കേണ്ടത് ഈ സേയിങ് എന്ന് പറയുന്ന ഒരാളുടെ മുന്നിലാണ്. സേയിങ് എന്ന് പറയുന്നത് ഏത് ഫോമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. സേയിങ് എന്ന് പറയുന്നത് എന്താണ്? സേയിങ് എന്ന് പറയുന്നത് ഒരു ജെറൻഡാണ്. ജെറൻഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു നൗണാണ് അല്ലേ? ജെറൻഡ് എന്ന് പറഞ്ഞാൽ നൗണാണ്. അപ്പോൾ ഒരു നൗണിൻ്റെ മുന്നിൽ നോർമലി നമ്മൾ എന്താ കൊടുക്കുക? നൗണിൻ്റെ മുന്നിൽ നോർമലി നമ്മൾ കൊടുക്കുക അഡ്ജക്റ്റീവാ കൊടുക്കുക അല്ലേ? ബ്യൂട്ടിഫുൾ ഗേൾ, ഹാൻസം ടീച്ചർ എന്നൊക്കെ നമ്മൾ പറയാം അല്ലേ? അപ്പം നൗണാണ്, നൗണിൻ്റെ മുന്നിൽ നോർമലി നമ്മൾ അഡ്ജക്റ്റീവ് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു ചോദ്യം വരികയാണ്, ജെറൻഡിൻ്റെ മുന്നിൽ ഏത് സാധനമാണ്? ഇവിടെ കൊടുത്തിട്ടുള്ള പ്രോനൗൺ ഉണ്ട്, പൊസസീവ് പ്രോനൗൺ ഉണ്ട്, പൊസസീവ് അഡ്ജക്റ്റീവ് ഉണ്ട്. ഏതെങ്കിലും പ്രോനൗൺ ആണ് കൊടുക്കേണ്ടത് എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ നോക്കണേ നിങ്ങൾ, ജെറൻഡിൻ്റെ മുന്നിൽ ഏത് പ്രോനൗൺ, അല്ലെങ്കിൽ പ്രോനൗൺ അല്ല ആക്ച്വലി അവിടെ വരുന്നത് അഡ്ജക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ജെറൻഡിൻ്റെ മുന്നേ വരുന്ന സാധനം എന്ന് പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആയിരിക്കും. വൈ? ജെറൻഡ് നൗണാണ്, നൗണിൻ്റെ മുന്നിൽ ആരാ വരിക? അഡ്ജക്റ്റീവാ വരിക. അപ്പോൾ ഇവിടെ യു കൊടുക്കാൻ പറ്റില്ല, സബ്ജക്റ്റ് പ്രോനൗണാണ്. മീ കൊടുക്കാൻ പറ്റില്ല, ഒബ്ജക്റ്റ് പ്രോനൗണാണ്. ഇനി മൈ ഉണ്ട്, യുവർ ഉണ്ട്, രണ്ടും പൊസസീവ് അഡ്ജക്റ്റീവുകളാണ്. ഇതിലേത് കൊടുക്കാൻ പറ്റും? ഇത് ലോജിക്ക് വെച്ച് നോക്കിയാൽ മതി. ഐ കാൺ അണ്ടർസ്റ്റാൻഡ് മൈ സേയിങ് ദാറ്റ് എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് എന്നെ തന്നെ മനസ്സിലാവില്ല എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് പറയില്ലല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല എന്നല്ല പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഐ കാൺ അണ്ടർസ്റ്റാൻഡ് യുവർ സേയിങ് ദാറ്റ്. അപ്പോൾ ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത് ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ജെറൻഡിൻ്റെ മുന്നിൽ ഏത് പ്രോനൗൺ വരണം എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പൊസസീവ് അഡ്ജക്റ്റീവ് കൊടുക്കുക. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, പൊസസീവ് അഡ്ജക്റ്റീവ് കൊടുക്കുക കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ 5ാമത്തെ ചോദ്യം, അതും കൃത്യമായിട്ട് നോക്കി വെക്കുക. അടുത്ത ചോദ്യം, ഹീ മെയ്ഡ് മീ ഡാഷ് ഡാൻസ്. ഇതും PSC പരീക്ഷയിൽ വരുന്ന സാധനമാണ്. ഹീ മെയ്ഡ് മീ എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കും? ടു, ബൈ, ഇൻ, നൺ. ഇവിടെ ഓൾറെഡി ഡാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വേർബാണ്. അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ ഏത് പ്രൊപ്പസിഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട സ്ട്രക്ചർ എന്ന് പറയുന്നത് മേക്ക് സംബഡി ഡു സംതിങ്. ഇതാണ് സ്ട്രക്ചർ. മേക്ക് സംബഡി ഡു സംതിങ്. അതായത് മേക്കിന് ശേഷം ഒബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് ബെയർ ഇൻഫിനിറ്റീവ്, ടു ഇൻഫിനിറ്റീവ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ടു കൊടുക്കണ്ട, നേരെ നൺ ഓഫ് ദീസ് ആണ് ആൻസർ. ഹി മെയ്ഡ് മീ ഡാൻസ്, ഷീ മെയ്ഡ് മീ ക്രൈ. എന്നെ കരയിപ്പിച്ചവൾ എന്നുള്ള അർത്ഥത്തിലാണ്. സോ മേക്ക് സംബഡി ഡു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നമ്മൾ ടു കൊടുക്കണ്ട, ടു പ്രൊപ്പോസിഷൻ കൊടുക്കണ്ട. മേക്ക് ഒബ്ജക്റ്റ് വേർബിൻ്റെ ബേസ് രൂപമാണ് വരിക. ഇനി പരീക്ഷയ്ക്ക് ഒരു ടൈപ്പ് ചോദ്യം കൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പെർട്ടിക്കുലർ സാധനത്തിന് ഹീ മെയ്ഡ് മീ ഡാൻസ് എന്ന് പറയുന്നതിൻ്റെ പാസീവ് വോയിസ് കണ്ടുപിടിക്കാൻ വന്നേക്കാം, ഇനിയും വന്നേക്കാം. അപ്പം മെയ്ക്ക് ഒബ്ജക്റ്റ് വേർബിൻ്റെ ബേസ് രൂപം, ഇതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ നോക്കണം നിങ്ങൾ, മീ ആണല്ലോ, അപ്പോൾ ഐ ആണ് സബ്ജക്റ്റ്, മെയ്ഡ് ആണല്ലോ, പാസ്റ്റ് ആണല്ലോ. അപ്പം ഐ വാസ് മെയ്ഡ്. ഇനി ഇതിന് ശേഷം നിങ്ങൾ ടു ഇൻഫിനിറ്റീവ് കൊടുക്കുക.
ആക്റ്റീവ് വോയിസിലുള്ള സ്ട്രക്ചറാണ് ഞാൻ ഇവിടെ ചെയ്തത്, മേക്ക് സംബഡി ഡു സംതിങ്. എന്നാൽ പാസീവ് വോയിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി മെയ്ഡ് ടു ഡു സംതിങ്. ഐ വാസ് മെയ്ഡ് ടു ഡാൻസ് ബൈ ഹിം. ബൈ ഹിം നമുക്ക് വേണ്ട, തൽക്കാലത്തേക്ക് അത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ സ്ട്രക്ചറും ഡിഗ്രി ലെവലിൽ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പം ബി പ്ലസ് മെയ്ഡ് ടു ഇൻഫിനിറ്റീവ്, ഈ ഒരു സ്ട്രക്ചറും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കും. രണ്ട് സ്ട്രക്ചറാണിത്. മേക്ക് സംബഡി ഡു സംതിങ്, ദെൻ ബി മെയ്ഡ് ടു ഡു സംതിങ്, അതും കൂടെ കൃത്യമായിട്ട് ഓർത്തിരിക്കട്ടോ. അപ്പോൾ രണ്ട് സ്ട്രക്ചർ. ഇനി നമുക്കൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. യെസ്, നമ്മുടെ ജനറൽ PSCയുടെ ഫൗണ്ടേഷൻ ബാച്ച് 3 നമ്മളിപ്പം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിൻ്റെ 4 പുതിയ വേർഷനാണ് നമ്മൾ കേട്ടോ. ജനറൽ PSC, അതായത് 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബാച്ചാണ് നമ്മൾ ആരംഭിക്കുന്നത്. കോസ്റ്റ് വരുന്നത് 1499 നമ്മൾ ഏപ്രിൽ 10 നമ്മുടെ കോഴ്സ് ആരംഭിക്കുന്നത്. എല്ലാ സബ്ജക്റ്റുകളും 10th ലെവലിലുള്ള കൃത്യമായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. വാലിഡിറ്റി വരുന്നത് 1 year ആണ്. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതിനും സെയിം കോൺടാക്റ്റ് നമ്പർ തന്നെ നിങ്ങൾ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതും കൂടെ നിങ്ങളൊന്ന് നോക്കി വെക്കട്ടോ. ഇനി നമ്മൾ അടുത്ത ചോദ്യം, 7th question. He's the one of the best actors that ever lived. Has been, have. ഏത് കൊടുക്കാൻ പറ്റും? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷം പ്ലൂറൽ നൗൺ അല്ലേ, അതിനുശേഷം സിംഗുലർ വേർബ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഹാസ് എവർ ലിവ്ഡ് എന്ന് പറഞ്ഞിട്ടില്ല, ഈ സാധനം കൊടുക്കും പലരും അല്ലേ, അതാണ് കൊടുക്കാൻ ചാൻസ്. എന്നാൽ ഇവിടെ ചെറിയൊരു കുനുഷ്ട് വീണ്ടും ഉണ്ട്. ആക്ടേഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെ ദാറ്റ് എന്ന് പറയുന്ന ഒരു റിലേറ്റീവ് പ്രോനൗൺ അവിടെ ഇരിക്കുന്നുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് എന്ന് മാത്രമല്ല, വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ദാറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി വെക്കേണ്ടത് വൺ ഓഫ് ദ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലൂറൽ നൗൺ ആണല്ലോ, ഇത് നമുക്കറിയാം. ഇതിന് ശേഷം നമ്മൾ സിംഗുലർ വേർബാണ് യൂസ് ചെയ്യാം. വൺ ഓഫ് മൈ കസിൻ ഹാസ് കം, ഇങ്ങനെയാണ് നമ്മൾ പറയാം അല്ലേ, വൺ ഓഫ് മൈ കസിൻസ് ഹാസ് കം. എന്നാൽ നിങ്ങൾ നോക്കി വെക്കേണ്ട പുതിയൊരു സ്ട്രക്ചറാണ് ഇത്. കൃത്യമായിട്ട് നോക്കി വെക്കണം നിങ്ങൾ. വൺ ഓഫിന് ശേഷം പ്ലൂറൽ നൗണ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ റിലേറ്റീവ് പ്രോനൗണ് വരികയാണ്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ പ്ലൂറൽ നൗണിനനുസരിച്ചിട്ട് പ്ലൂറൽ വേർബ് കൊടുക്കണം. അത് എന്താ സംഗതി എന്നുള്ളത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ്. അവൻ ആ ബെസ്റ്റ് ആക്ടേഴ്സിൽ പെട്ട ഒരാളാണ്. ബെസ്റ്റ് ആക്ടേഴ്സിൽ പെട്ട ഒരാളാണ്. ആ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ, ഹാവ് എവർ ലിവ്ഡ്. അപ്പോൾ ആക്ച്വലി എന്താണ്, ഈ ആക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ആക്ടേഴ്സിൽ പെട്ട ഒരാളാണ് എവർ ലിവ്ഡ്, ജീവിച്ചിട്ടിരിക്കുന്ന, യെസ്, ജീവിച്ചതും മരിച്ചതുമായിട്ടുള്ള ആളുകളിൽ പെട്ട ഒരാളാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ദാറ്റ് ഹാവ് എവർ ലിവ്ഡ്. അപ്പോൾ നിങ്ങൾ റിലേറ്റീവ് പ്രോനൗൺ വരികയാണെങ്കിൽ ഇവിടെ പ്ലൂറൽ വേർബ് കൊടുക്കുക. ആ ഒരു സാധനം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കും. ഇത് PSC പരീക്ഷയിൽ ഡിഗ്രി ലെവലിലൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പം ഇതാണ് 7ാമത്തെ സ്ട്രക്ചർ. ഈ 7ാമത്തെ സ്ട്രക്ചറിൽ ഒരു ചെറിയൊരു മാറ്റം കൂടെ കൊടുത്തിട്ട് നമുക്ക് മറ്റൊരു സാധനം കൂടെ പറയാം. ഇനി ഇതിനെ നമ്മൾ ഇങ്ങനെ പറയാണ്, ഹീസ് ദ only one of the ബെസ്റ്റ് ആക്ടേഴ്സ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. വൺ ഓഫ് ദ എന്ന് മാത്രമല്ല, only one of the. only one of the എന്ന് പറയുമ്പം അയാൾ മാത്രമേ ഉള്ളൂ, വേറെ ആളില്ല. അപ്പോൾ ആക്ടേഴ്സിന് നമ്മൾ കൊടുക്കൂല. അപ്പോൾ നമ്മൾ ഇതിന് ശേഷം എന്ത് കൊടുക്കും, ഹാസ് എന്നാ കൊടുക്കുക, ഹാസ് എവർ ലിവ്ഡ്. അപ്പോൾ only one of the വരികയാണെങ്കിൽ സിംഗുലർ വേർബ്,
only one of the ഇല്ല. അങ്ങനെയാണെങ്കിൽ പ്ലൂറൽ വെർബ്. ആ സ്ട്രക്ചർ ഞാൻ എന്ത് ചെയ്യാം, 3 സ്ട്രക്ചർ ഇവിടെ എഴുതാം. നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യണം. വൺ ഓഫിന് ശേഷം പ്ലൂറൽ നൗണ്, പ്ലൂറൽ വേർബ്. ഇത് നിങ്ങൾക്കറിയാം. പ്ലൂറൽ വേർബ് അല്ല, സിംഗുലർ വേർബ്. ഇതാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിലേറ്റീവ് പ്രോനൗണിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ വൺ ഓഫ് പ്ലൂറൽ നൗണ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ വരുന്നു. അങ്ങനെ ഇരിക്കുമ്പം നമ്മൾ പ്ലൂറൽ വേർബ്. കാരണം ഈ പ്ലൂറൽ നൗണിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പ്ലൂറൽ വേർബ് വരുന്നത്. ദെൻ അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ കൂടെയാണ്. ഒൺലി വൺ ഓഫ് പ്ലൂറൽ നൗണ്, റിലേറ്റീവ് പ്രോനൗണ്, സിംഗുലർ വേർബ്. കാരണം ഇവിടെ ഒരാളേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ സിംഗുലർ വേർബ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 സ്ട്രക്ചർ, ഇതിലെ ആദ്യത്തെ സ്ട്രക്ചറിനാണ് പ്രയോറിറ്റി കൂടുതൽ, പ്രോബബിലിറ്റി ചോദ്യം വരാൻ ചാൻസ്. രണ്ടാമത്തത് ഇതാണ്, പിന്നെ മൂന്നാമത്തെ ലീസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള സാധനം. അപ്പോൾ ഈ ബേസിക്കലി നിങ്ങൾ ഈ 2 സ്ട്രക്ചറെങ്കിലും പഠിച്ചു വെക്കണം. ആദ്യത്തെ 2 സ്ട്രക്ചറെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് വരുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. രവി ഡാഷ് ടു ദ സിനിമ. സജസ്റ്റഡ് ഗോയിങ്, സജസ്റ്റഡ് ടു ഗോ, സജസ്റ്റ് ടു ഗോ, സജസ്റ്റ് ഗോയിങ് അല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ 2 ഓപ്ഷൻ ബി അല്ലെങ്കിൽ സി നിങ്ങൾ ചൂസ് ചെയ്യും. സജസ്റ്റ് ടു ഗോ എന്നൊക്കെ പറയാം അല്ലേ? സജസ്റ്റിന് ശേഷം ടു ഇൻഫിനിറ്റി കൊടുക്കുന്ന സാധനമാണ്. പറയാൻ അതാണ് സുഖം. പക്ഷേ സുഖം നോക്കി പോയി കഴിഞ്ഞാൽ ഇത് തെറ്റും. നിങ്ങൾ ഓർത്തിരിക്കുക, സജസ്റ്റ് എന്ന് പറയുന്ന വേർബിന് ശേഷം നമ്മൾ ടു ഇൻഫിനിറ്റി കൊടുക്കൂല. ഒന്നെങ്കിൽ നമ്മൾ ദാറ്റ് ക്ലോസ് ആ വരിക, സജസ്റ്റഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടാ വരിക. അല്ലെങ്കിൽ സജസ്റ്റിന് ശേഷം ജെറൻഡ് ആണ് വരിക. അതായത് സജസ്റ്റ് ടു ഡു സംതിങ് എന്ന് പറയുന്ന സാധനമില്ല. സജസ്റ്റിന് ശേഷം ടു ഇൻഫിനിറ്റി വരൂല എന്നുള്ളൊരു സാധനം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നോക്കിയിരിക്കുക, സജസ്റ്റഡ് ടു ഗോ അല്ലെങ്കിൽ സജസ്റ്റ് ടു ഗോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയുള്ളത് സജസ്റ്റിന് ശേഷം ജെറൻഡ് മാത്രമേ ഉള്ളൂ. രവി സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് സജസ്റ്റ് ഗോയിങ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ രവി സജസ്റ്റഡ് ഗോയിങ് ടു ദി സിനിമ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാധനം കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. സജസ്റ്റിന് ശേഷം ജെറൻഡ് ആണ് വരുന്നത്, ടു ഇൻഫിനിറ്റീവ് ശരിയല്ല. സജസ്റ്റ് പ്ലസ് ടു ഡു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. സോ അതും കൂടെ കൃത്യമായിട്ട് ഓർത്തിരിക്കട്ടോ. ഇതും ചോദ്യം വരാം. ദെൻ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് വരുന്ന സാധനമാണ്. ഐ വുഡ് റാദർ യു ഡാഷ് ഇൻഡോസ്. വോണ്ട് സ്മോക്ക്, ഡസിൻ സ്മോക്ക്, ഡോണ്ട് സ്മോക്ക്, ഡിഡിൻ സ്മോക്ക്. വുഡ് റാദറിൻ്റെ ഉപയോഗമൊക്കെ നമുക്കറിയാം. അതായത് ഞാൻ എൻ്റെ പ്രിഫറൻസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഐ വുഡ് പ്രിഫർ എന്ന് പറയുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം. വുഡ് റാദറിന് ശേഷം നമ്മൾ കൊടുക്കുക നോർമലി എന്താണ്, വേർബിൻ്റെ 1ാമത്തെ രൂപ കൊടുക്കുക. ഐ വുഡ് റാദർ ഗോ ദേർ എന്നാ പറയാം. എന്നാൽ ഇവിടെ ഐ വുഡ് റാദറിന് ശേഷം നിങ്ങൾക്ക് ഒരാളെ കൂടെ കാണാൻ പറ്റുന്നുണ്ട്, യു. അതായത് ഐ വുഡ് റാദർ ഗോ ദേർ അല്ലെങ്കിൽ സ്റ്റേ ഹിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ പ്രിഫർ ചെയ്യാണ്, ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഐ വുഡ് റാദർ യു 2ാമത്തെ സബ്ജക്റ്റ് വരികയാണെങ്കിൽ ഈ 2ാമത്തെ ആള് എന്ത് ചെയ്യണം എന്ന് എൻ്റെ പ്രിഫറൻസ് ഞാൻ പറയാണ്. 1ാമത്തേത് ഐ വുഡ് റാദർ സ്റ്റേ ഹിയർ, അതായത് വേർബിൻ്റെ 1ാമത്തെ രൂപം, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഐ വുഡ് റാദറിന് ശേഷം എന്താണ്, 2ാമതൊരു സബ്ജക്റ്റ് കൂടെ കൊടുക്കുകയാണ്. അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇതിന് ശേഷം വേർബിൻ്റെ 2ാമത്തെ രൂപ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ് സ്മോക്ക് ഇൻഡോസ്. ഐ വുഡ് റാദർ യു ഡിഡിൻ സ്മോക്ക് ഇൻഡോസ്. അപ്പോൾ 2 സ്ട്രക്ചറാണുള്ളത്. വുഡ് റാദർ ശേഷം നമ്മൾ വേർബിൻ്റെ 1ാമത്തെ രൂപം. 2ാമത്തത് വുഡ് റാദറിന് ശേഷം നമ്മളൊരു സബ്ജക്റ്റിനെ കൂടെ കാണുകയാണ്, സബിനെ കാണുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ വേർബിൻ്റെ 2ാമത്തെ രൂപം. ഈ 2 സ്ട്രക്ചറും പഠിച്ചു വെക്കാം. അപ്പോൾ കൃത്യമായിട്ട് നോക്കുക, വുഡ് റാദറിന് ശേഷം സബ്ജക്റ്റ് വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ നോക്കുക. അങ്ങനെയെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതും കിട്ടി, കൃത്യമായിട്ട് നോക്കി വെക്കുക. ഇനി നമ്മൾ അവസാനത്തെ ചോദ്യം വരാൻ ചാൻസ് ഉള്ള, തെറ്റിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ്. വുഡ് യു മൈൻഡ് ഇഫ് ഐ ഡാഷ് ദ വിൻഡോ. ഓപ്പൺ, ഓപ്പൺ, ഓപ്പണിങ്, ഓപ്പൺ. വുഡ് യു മൈൻഡ് കണ്ടു കഴിഞ്ഞാൽ ഓപ്പണിങ് കൊടുക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഇവിടെ എന്തുണ്ട്, ഇഫ് ഐ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും,
ഇഫ് ഐ വന്നു കഴിഞ്ഞാൽ എന്ത് കൊടുക്കും? കൺഫ്യൂഷനൊന്നും വേണ്ട, ഇത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ വുഡ് വേർബിൻ്റെ ഒന്നാമത്തെ രൂപം, ഇവിടെ ഇഫ് ക്ലോസ്. വുഡ് ഉണ്ട് ഒരു ഭാഗത്ത് ഇഫ് ഉണ്ട്. ആലോചിച്ച് നോക്കും നിങ്ങൾ, ഈ സ്ട്രക്ചർ എവിടെ വരിക? സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ ഒരു രൂപം വരുന്നില്ലേ? സെക്കൻഡ് കണ്ടീഷൻ രൂപം വരുന്നില്ലേ? അതേ ഉള്ളൂ സംഗതി. സെക്കൻഡ് കണ്ടീഷനിൽ എങ്ങനെയാ? ഇഫ് ക്ലോസിൽ വെർബിൻ്റെ രണ്ടാമത്തെ രൂപം. യെസ്, വുഡ് യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ. സെക്കൻഡ് കണ്ടീഷൻ ആലോചിച്ചാൽ സംഗതി കിട്ടും. വുഡ് യു മൈൻഡിന് ശേഷം ജെറൻഡ് ആണെന്നാൽ വുഡ് യു മൈൻഡിന് ശേഷം ഇഫ് ഐ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ വെർബിൻ്റെ രണ്ടാമത്തെ രൂപമാണ് കൊടുക്കുക. എന്നാൽ ഇതിൽ ചെറിയൊരു വ്യത്യാസം കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഡു യു അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ, അതിനുശേഷം നമ്മൾ എന്താ കൊടുക്കാറ്? ജെറൻഡാ കൊടുക്കാറ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വുഡ് യു മൈൻഡ് അല്ലെങ്കിൽ ഡു യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ. എന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ട സ്ട്രക്ചർ എന്ന് പറഞ്ഞത് വുഡ് യു മൈൻഡ് ഇഫ് ഐ അല്ലെങ്കിൽ ആരെങ്കിലും പ്ലസ് വെർബിൻ്റെ രണ്ടാമത്തെ രൂപം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സാധനമുണ്ട്. ഡു യു മൈൻഡ് എന്നിട്ട് ഇഫ് ഐ ആണ് വരുന്നതെങ്കിൽ നിങ്ങളിവിടെ എന്ത് കൊടുക്കും? വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്. വുഡ് യു മൈൻഡ് വുഡ് പാസ്റ്റിലായതുകൊണ്ടാണ് നമ്മളിവിടെ വീറ്റ് കൊടുത്തത്. ഇവിടെ നോക്കണേ, നിങ്ങൾ ഡു ആണ്, ഡു യു മൈൻഡ്. പ്രസൻറ്റിലാണ്, അപ്പോൾ ഇഫ് ക്ലോസിൽ എന്ത് കൊടുക്കണം? നമ്മൾ പ്രസൻറ്റ് കൊടുക്കാം. ഡു യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ. അപ്പോൾ വുഡ് യു മൈൻഡിന് മാത്രമേ വീറ്റു ഉള്ളൂ. ഡു യു മൈൻഡ് വരുമ്പോൾ എന്താണ്? V1 ആണ്. ആ ഒരു ബോധ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു സ്ട്രക്ചർ കൂടെ, എക്സ്ട്രാ സ്ട്രക്ചർ വരുന്നുണ്ട്. ഡു യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ. ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ് ജെറൻഡ്. വുഡ് യു മൈൻഡ് ഇഫ് ഐ V2. ഡു യു മൈൻഡ് ഇഫ് ഐ V1. ഈ സ്ട്രക്ചർ കൂടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചേക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 10 ചോദ്യങ്ങൾ. ഈ 10 ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള, നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള 10 ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചേഴ്സ് കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ആ സ്ട്രക്ചേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് ഇത് നിങ്ങൾക്ക് അടുത്ത പരീക്ഷയ്ക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്നുള്ളത്. സോ അത് കൃത്യമായിട്ട് നോക്കിയിരിക്കുക. ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പരീക്ഷ എടുത്തല്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു ഓൾ. യെസ്.